ഇതുവരെ കഴിഞ്ഞില്ലേ? നീ മേലേന്നല്ലേ വന്നത്? നിനക്ക് ആ ജ്വല്ലറി ബോക്സും കൂടി ഒന്ന് എടുത്തിട്ട് വരായിരുന്നില്ലേ? നീ ഇളിക്കല്ലേ? ടോണി, ടോണി, എന്താടി? ദേ പുറത്ത് ആരോ രണ്ടുപേരും വന്നിട്ടുണ്ട്. നീ ഇവിടെ നിന്നോ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ബുദ്ധിമുട്ടായിട്ടുണ്ടാവും അല്ലേ? ഞങ്ങൾ ഇതുവഴി പോകുന്ന സമയത്ത് ഈ ഫോണ് നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കിട്ടി. ഓക്കെ. അത് ഇവിടെ ഒന്ന് ഏൽപ്പിക്കാനായിരുന്നു. ഞങ്ങളൊരു ട്രിപ്പ് പോകുന്ന വഴിയാണ്. മൊബൈൽ കണ്ടിട്ട് വഴിയിലിട്ടിട്ട് പോകാൻ മനസ്സ് വന്നില്ല. അല്ല, ഞാൻ നാളെ രാവിലെ കാനഡക്ക് പോകാൻ നിൽക്കുക. അതിൻ്റെ ഇടയിൽ ഇത് അതിനെന്താട്ടാ, ഇതൊരു 1 മണിക്കൂറിൻ്റെ കാര്യമില്ലല്ലോ. അതിനു മുമ്പ് എന്തായാലും അവർ വിളിക്കും. പിന്നെ ഇതൊക്കെ ഒരു ഉപകാരമല്ല ഏട്ടാ. ഇങ്ങനെയല്ല നമുക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. അടുത്തൊന്നും വേറെ വീടൊന്നും കണ്ടിട്ടില്ല. അതാ നമ്മൾ തന്നേക്ക്. അല്ല, കോണ്ടാക്ട് നമ്പർ ഒന്ന് തന്നെ, എന്തെങ്കിലും ഉണ്ടെങ്കിലേ വിളിക്കാമല്ലോ. ആ 992 390 490 ശരി. ഓക്കെ. ചില സമയങ്ങളിൽ നോ പറയാൻ ഞാനിതുവരെ പഠിച്ചിട്ടില്ല. ഇവിടെ എങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഫ്ലൈറ്റ് പോവേ. ടോണി, ഈ ഫോണിന്നാ കോള് വരുന്നേ. ടോണി, അത് ഫോണിൻ്റെ ആളായിരിക്കും, നീ എടുത്തോ. നീ എട്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല പ്ലീസ്. മുകുന്ദ്, എത്ര സമയമായി വിളിക്കുന്നേ? നീ എന്താ ഫോൺ എടുക്കാത്തെ? എന്നോട് പറഞ്ഞതല്ലേ ഞാനിന്ന് ഇവിടെ ഒറ്റയ്ക്കാന്ന്? നീ ഇതൊന്നും മിണ്ടാത്തെ? മുകുന്ദ്, എന്താ നിനക്ക്? ആക്ച്വലി ഇറ്റ്സ് നോട്ട് മുകുന്ദൻ. നീ ഏതാടി? നീ എന്തിനാ മുകുന്ദന്റെ ഫോൺ എടുത്തേ? അതെ, ഈ ഫോൺ ഇവിടെ നമുക്ക്. നീ അധികം വർത്താനം പറയണ്ട. മുകുന്ദന് ഫോൺ കൊടുക്ക്. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. മുകുന്ദൻ ഇവിടെ ഇല്ല. മുകുന്ദൻ എന്ത് പറ്റി? നീ അവനെ കളിച്ചു കൊന്നു. പറയടി, എടി പറയാൻ. എന്റെ മുകുന്ദന് നീ എന്താ ചെയ്തേ? എടി പറയാൻ, പറയടി ചൂലേ. ആ ഫോണിൻ്റെ ആൾ ഇതുവരെ വിളിച്ചില്ലല്ലോ. ഇനി അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? ഇത് വേറെ നമ്പർ എന്നാ. ഹലോ, ഇത് മുകുന്ദനല്ലല്ലോ. മുകുന്ദന് ഫോൺ കൊടുക്ക്. മുകുന്ദൻ ഇവിടെ ഇല്ല. അവന്റെ ഫോൺ അവിടെ ഉണ്ട്.
സത്യമായിട്ട് അവൻ ഇവിടെ ഇല്ല. നിന്റെ സത്യമൊക്കെ അവിടെ ഇരിക്കട്ടെ, അവൻ എവിടെയുണ്ടെന്നുള്ള കാര്യം മാത്രം പറ. നിനക്കൊന്നും അറിയില്ല എന്നെ. മര്യാദക്ക് മുകുന്ദനും എടുത്തോ. ആക്ച്വലി ഇത് നീയും മുകുന്ദനും കൂടി എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചു. ഒന്നിച്ച് ജീവിക്കാന്നും പറഞ്ഞ് 25 പവൻ അവൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അതെനിക്ക് തിരിച്ചു വേണം. നീ എവിടെയുള്ളത്? ഞാൻ അവിടെ വന്ന് വാങ്ങിച്ചോളാം. പറ, അഡ്രസ് പറ. നീ എവിടെയുള്ളത്? അഡ്രസ് പറ. കണ്ടാലടങ്ങാൻ. നിനക്ക് അഡ്രസ്സ് കൊടുക്കായിരുന്നില്ല, അവളിങ്ങ് വരട്ടെ. അല്ല പിന്നെ അവളുടെ ഒരു വർത്താനം കേട്ടില്ലേ, നമ്മളേതാണ്ട് ചെയ്തതുപോലെ. നിനക്കൊന്നൊന്നും പറയാനില്ലേ? അവൾക്ക് നമ്മൾ അഡ്രസ്സ് കൊടുത്താൽ അടുത്ത നിമിഷം പോലീസ് ഇവിടെ എത്തും. അതിനെന്താ, പോലീസ് വരട്ടെ. നീ എന്തിനത്ര പേടിക്കുന്നേ? നമ്മളതിനൊന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ. നമ്മളൊന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയാം. പക്ഷെ അത് പോലീസിന് മനസ്സിലാകണമെങ്കിലേ മിനിമം ഒരാഴ്ചയെങ്കിലും എടുക്കും. നമ്മുടെ നാളത്തെ ഫ്ലൈറ്റോ? ഇത് തന്നമാർക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്ക്. ഇത് ഇവിടെ ഇരിക്കുന്നവർ നമുക്ക് പ്രശ്നമാവത്തേ ഉള്ളൂ. ടോണി, എന്താ എന്താ പറ്റിയേ? അവിടെ ആരോ ഉണ്ട്. ആര്? നിനക്ക് തോന്നിയായിരിക്കും. അല്ല, അവിടെ ആരോ ഉണ്ട്, ഞാൻ കണ്ടതാ. നോക്കാം, നമുക്ക് നോക്കാം. അല്ല, അവിടെ ആരോ ഉണ്ട്. ആരാ നീ? മുകുന്ദൻ.
ആരായാള്? അവളുടെ കെട്ടിയവൻ. അയാൾ അവളെ കൊന്ന്. അവിടെ ഞാൻ ഇറങ്ങി ഓടിയതാ. ഓട്ടത്തിനിടെ എൻ്റെ ഫോണും പോയി. താങ്ക് യു. ഓക്കെ. ആ മതിലിയടിപ്പം ആ കുഴിയിലും വീണ്. ഞാൻ പൊക്കോട്ടെ. ഞാനിവിടെ നിന്നാ നിങ്ങൾക്കും പ്രശ്ന, എനിക്കും പ്രശ്നം. കണ്ടവന്റെ ഭാര്യ വളച്ചോണ്ടിരാൻ നിനക്ക് നല്ല സുഖമുണ്ടല്ലോടാ. എടുത്ത് വണ്ടി കയറ്റി. വേഗം വാ, സമയം പോകുന്നു. ഇനി ഫ്ലൈറ്റ് കിട്ടുമെന്തോ. നിന്റെ ഒരു ഫോൺ കാരണം ഇതൊക്കെ. ടോണി, നീ ഇനിയെങ്കിലും നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കണം.